അച്ഛൻ എന്താ പറ്റിയത്? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്തോ പേടിയാവുന്നു. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. അച്ഛൻ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല. ഇന്ന് ചാർജ് ചെയ്യാൻ മറന്നിട്ടാവോ? ഏയ്, കാറിൽ ചാർജ് ചെയ്യാം. ഇതൊന്നുമല്ല. പിന്നെ എന്താ നന്ദു, എന്താ ഇങ്ങനെ? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ദേവി. ബലരാമൻ അങ്ങളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എൻഗേജ്മെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു നിൽക്കുന്നോണ്ട് ഈ വിവരം പറയാന്ന് വെച്ചാ വലിയ റിസ്ക് തന്നെയാ. ബലരാമൻ അങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്കിളിന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ഇങ്ങനൊരു കാര്യം പറയുമ്പോ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. അങ്കിളും അച്ഛനും തമ്മിലുള്ള ഒരുപാട് കാലത്തെ ബന്ധം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ. വേറെ ആരാണേലും അച്ഛനെ തനിച്ച് സംസാരിക്കാൻ വിടില്ല. വിട്ടാ ശരിയാവില്ല. പറയാൻ പോകുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഈ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയാ ബലരാമൻ അങ്കിളിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇത്രയും ദിവസം മറച്ചു വെച്ചതിനെ പറ്റി പറഞ്ഞ്. ഈശ്വര, പറഞ്ഞതുപോലെ കാര്യം പറഞ്ഞപ്പോ അവര് തമ്മിൽ വഴക്കായി കാണുമോ? എന്താടാ, അങ്ങളെ വിളിച്ചോ? ഇല്ല, തനിച്ച് പോകണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതാ. നീ ടെൻഷൻ ആവണ്ട. ബലരാമൻ അങ്ങളോട് സംസാരിക്കാനല്ലേ. അവരെ പോലെ പരസ്പരം മനസ്സിലാക്കിയ ആളുകൾ വേറെ ഉണ്ടോ? അത് തന്നെയാ വലിയ കുഴപ്പം. ഏറ്റവും അടുത്തവര് തമ്മില് ഒടുക്കുമ്പോഴാ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ സിദ്ധുങ്ങൾ പോയിട്ട് കുറെ നേരമായില്ലേ? എടാ, ഒത്തിരി നേരമായി. ഇപ്പോ എത്തേണ്ട സമയം കഴിഞ്ഞു. ഇക്കാര്യം പറയാനാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട. ഒരുപാട് നേരം സംസാരിച്ചതുകൊണ്ട് നന്ദൻ തീരുമാനം മാറ്റി മീരെ കെട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ബലരാമനങ്ങളിലുണ്ട്. ഇത് പിന്നെ എന്താ ഇത്രയും നേരം വൈകാൻ? എടാ, അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. ഇനിയും വേറെ എവിടേക്കെങ്കിലും പോയി കാണോ? ഏയ്, ഇല്ലില്ല. ഈ കാര്യത്തിനൊരു തീരുമാനമായിട്ടെ അച്ഛൻ എങ്ങോട്ടെങ്കിലും തിരിക്കൂ. അതുറപ്പാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എനിക്കറിയില്ല. എത്ര നാളായി നീറി ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു. ഇന്നത്തോടെ എല്ലാം നേരെയാവുമെന്ന് ആശ്വസിച്ചതാ. ഇനിയിപ്പോ എന്താ അവിടെ സംഭവിച്ചത്? അത് നമ്മൾ ഇവിടെ നിന്ന് ആലോചിച്ച് അറിയാൻ പറ്റില്ല. പോയി നോക്കണം. എങ്ങോട്ട്? അവര് എവിടെയുള്ളത് നമുക്കറിയില്ലല്ലോ. ഇല്ല, നമുക്ക് ആദ്യം ബലരാമൻ അങ്ങളുടെ വീട് വരെ പോയി നോക്കിയാലോ? അങ്കിൾ അവിടെ എത്തിയില്ലെന്ന് ആന്റി വിളിച്ചപ്പോ പറഞ്ഞില്ലേ? ഫോണില് രണ്ടുപേരെയും കിട്ടാത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നീങ്ങി വന്നേ.